ഇത്തവണത്തെ തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പിൽ വന്നിട്ടുള്ള വോട്ടിൻ്റെ പോളറൈസേഷൻ നമ്മൾ നോക്കണം. വെൽഫെയർ പാർട്ടിയും ജമാഅത്തെ ഇസ്ലാമിയും SDPIയും കൂടെ ഒന്നിച്ചാണ് UDF സപ്പോർട്ട് ചെയ്തത്. പിന്നെ ക്രിസ്ത്യൻ വോട്ടും കൂടെ വന്നുകൊണ്ടാണ് ഇത്രയും ഭയങ്കര ഒരു ലാൻഡ്സ്ലൈഡ് വിക്ടറി UDF വന്നത്. ഈ ലാൻഡ്സ്ലൈഡ് വിക്ടറി UDF വരുന്ന സമയത്ത് തീർച്ചയായിട്ടും ജമാഅത്തെ ഇസ്ലാമിയ അടക്കമുള്ള ഏതെങ്കിലുമൊക്കെ സംഘടനകളെ പിളർത്തി മാറ്റിയാൽ വരാൻ പോകുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പിൽ രക്ഷയുള്ളൂ എന്നുള്ള കാര്യം കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന് അറിയാം. അതുകൊണ്ടാണ് ഈ മുസ്ലിം പിന്തുണയും അതോടൊപ്പം ഹിന്ദുക്കളുടെ ധ്രുവീകരണം ഒഴിവാക്കാനും ഒരു ഇരുതല വാളാണ് ഇവർ ഉപയോഗിക്കുന്നത്. ഇവരെ കൊണ്ടുവരിക വോട്ട് ബാങ്കിലേക്ക്, അതോടൊപ്പം തന്നെ മുസ്ലിം കമ്മ്യൂണിറ്റിയിലെ ഒരു ഭാഗത്തേക്ക് കൊണ്ടുവരാൻ. അപ്പോൾ ഈ പ്രവർത്തനമാണ് ഇപ്പോൾ അവർ നടത്തുന്നത്. ഇത് പൂർണ്ണമായിട്ടും തുറന്നു കാണിക്കണം. മാത്രമല്ല, ഹിന്ദു സമൂഹം വ്യക്തമായിട്ട് മനസ്സിലാകണം, UDF ജയിച്ച എല്ലാ സ്ഥലത്തും, കോട്ടയടക്കം, കോട്ടയായാലും പത്തനംതിട്ട ആയാലും എല്ലാ സ്ഥലത്തും ഈ ഹിന്ദുക്കൾക്ക് അധികാര സ്ഥാനങ്ങൾ കിട്ടിയില്ല. അതിന് പകരം ഈ അധികാര സ്ഥാനങ്ങൾ മുഴുവൻ മുസ്ലിങ്ങൾക്കും മറ്റു ന്യൂനപക്ഷ വിഭാഗങ്ങൾക്കുമായിട്ട് ഡിവൈഡ് ചെയ്യപ്പെട്ടു. എറണാകുളം ബെസ്റ്റ് എക്സാമ്പിളാണ്. 3 പേരേ ഉള്ളൂ, 3 കൗൺസിലർമാരെ എറണാകുളത്ത് മുസ്ലിം ലീഗിന് കിട്ടിയുള്ളൂ. പക്ഷേ ഡെപ്യൂട്ടി മേയർ സ്ഥാനം മുസ്ലിം ലീഗിന് കൊടുക്കേണ്ടി വന്നു. അപ്പോൾ ഇത് UDF എല്ലാ കാലവും UDF വന്നു കഴിഞ്ഞാൽ അതിനെ മുസ്ലിം ലീഗ് ദുരുപയോഗം ചെയ്യും എന്നുള്ള കാര്യം സത്യമാണ്. അതിനെതിരെ ഒരു 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 ചെറുവിരൽ ഞൊടിക്കാനുള്ള ത്രാണി UDF നേതാക്കൾക്കില്ല. ആകെ ഒരഭിപ്രായം പറഞ്ഞത് AK ആൻ്റണി മാത്രമാണ്. മത്തായി മാഞ്ഞൂരാൻ സ്മാരക പ്രഭാഷണത്തിലും കാരൂർ സ്മാരക പ്രഭാഷണത്തിലും ന്യൂനപക്ഷ ഇതിൻ്റെ പേരിൽ ഭൂരിപക്ഷ വിഭാഗങ്ങൾക്ക് കിട്ടേണ്ട കാര്യങ്ങൾ, റിയലായിട്ട് യഥാർത്ഥത്തിൽ കിട്ടേണ്ട അവകാശങ്ങൾ പോലും ന്യൂനപക്ഷ വിഭാഗങ്ങൾ കൊള്ളയടിക്കുന്നുണ്ട് എന്നുള്ള സത്യം AK ആൻ്റണി പറഞ്ഞു. അതുകൊണ്ടാണ് ആൻ്റണിക്ക് മുഖ്യമന്ത്രി സ്ഥാനം രാജിവെച്ച് അല്ലെങ്കിൽ നഷ്ടപ്പെടുത്തി ഡൽഹിക്ക് പോകേണ്ടി വന്നത്. അപ്പോൾ ഇത് എല്ലാ കാലത്തും, പക്ഷെ ഇത് കേരളത്തിലെ കോൺഗ്രസ്സിലെ ഗ്രൂപ്പ് വഴക്ക് ചത്ത കുതിരയാണെന്ന് നെഹ്റു പറഞ്ഞ മുസ്ലിം ലീഗിനെ ഇവർ പുനരുജ്ജീവിപ്പിച്ച് കൊണ്ടുവന്ന് ഇപ്പോൾ വന്നിരിക്കുന്ന അവസ്ഥ നമ്മൾ മനസ്സിലാക്കണം. ഖജനാവിൻ്റെ 80% വരുന്ന വകുപ്പുകൾ, വ്യവസായം, വിദ്യാഭ്യാസം, ആരോഗ്യം, തദ്ദേശ സ്വയംഭരണം, ഈ 4 സുപ്രധാന വകുപ്പുകൾ മുസ്ലിം ലീഗിൻ്റെ കയ്യിലാണ്. മൊത്തം ഖജനാവിൻ്റെ ചെലവിൻ്റെ 80% വരുന്ന വകുപ്പുകളാണ്. ഈ വകുപ്പുകളിൽ മുഴുവൻ ഉമ്മൻചാണ്ടി സർക്കുലർ ഇറക്കിയത് ഓർമ്മയുണ്ടാവും. പേഴ്സണൽ സ്റ്റാഫിലെ 27 സ്റ്റാഫിൽ ഒരാളെയെങ്കിലും ഹിന്ദു അല്ല ഏതെങ്കിലും ഇതര സമുദായത്തിൽ നിന്ന് ക്രിസ്ത്യാനിയെങ്കിലും വെക്കണമെന്ന് ആവശ്യപ്പെട്ട് മുസ്ലിം ലീഗുകാർക്ക് ആദ്യം പേഴ്സണലായിട്ട് ആവശ്യപ്പെട്ടിട്ട് ചെയ്യാത്തതുകൊണ്ട് സർക്കുലർ കൊടുക്കേണ്ടി വന്നു. ഉമ്മൻചാണ്ടിയുള്ള സമയത്താണ് ഇവർ 5ാം മന്ത്രിയെ പാണക്കാട് തങ്ങൾ പ്രഖ്യാപിച്ചത് മാറ്റാൻ പറ്റില്ല. രാഷ്ട്രീയ പാർട്ടി എന്ന നിലയിൽ, ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം എന്ന നിലയിൽ, മുന്നണി എന്ന നിലയിൽ, മുസ്ലിം ലീഗിൻ്റെ പ്രസിഡൻ്റ് എന്ന നിലയിലല്ലാതെ ആധ്യാത്മിക നേതാവ് എന്ന നിലയിൽ തങ്ങളെ പരിഗണിക്കേണ്ട കാര്യമുണ്ടോ? രാജ്യസഭാ സീറ്റ് തങ്ങൾ പ്രഖ്യാപിച്ചു എന്ന് പറഞ്ഞിട്ട് രാജ്യസഭാ സീറ്റ് മുസ്ലിം ലീഗ് കൊണ്ടുപോയി. എന്താ കേരളത്തിൽ നടക്കുന്നത്? അബ്ദുറബ്ബ് മന്ത്രിയായിരുന്നപ്പോൾ മന്ത്രിയുടെ മന്ദിരത്തിൻ്റെ പേര് ഗംഗ എന്നായതുകൊണ്ട് ഞാൻ അവിടെ താമസിക്കില്ല എന്ന് പറഞ്ഞു. അദ്ദേഹം അലിഗഡ് മുസ്ലിം യൂണിവേഴ്സിറ്റി പഠിച്ച ആളാണ്. എന്നിട്ട് ഗംഗ എന്നുള്ള പേര് ഗ്രേസ് ഒന്ന് മാറ്റേണ്ടി വന്നു. കേരളത്തിലെ സ്കൂളുകൾ ആരംഭിച്ച കാലം മുതലുള്ള ബ്ലാക്ക് ബോർഡുകൾ മാറ്റിയിട്ട് പച്ച ബോർഡുകൾ കൊണ്ടുവന്നു. ഈ മതാധിപത്യത്തെ നമ്മൾ ചെറുക്കാനാകും, സഹിക്കാനാകും? കേരളത്തിലെ ഹിന്ദു സമൂഹം ഇത് മനസ്സിലാക്കുന്നില്ല എന്നുള്ളതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ പ്രശ്നം.